ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ JEE എക്സാം എഴുതി ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ജോസ അലോട്ട്മെൻറ്റ് വഴിയാണ് NIT SPSCക്കൊക്കെയുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത്. IITCക്കുള്ള അലോട്ട്മെൻറ്റും ഇത് തന്നെയാണ്. BTech ആണെങ്കിലും BArcൻ്റെ ആണെങ്കിലും അലോട്ട്മെൻറ്റ് ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പോൾ ജോസ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയാൽ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ ചില സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സീറ്റ് കിട്ടുന്ന സമയത്ത് ഹറിബറി ആവേണ്ട ആവശ്യം വരില്ല. അതിൽ ഒന്നാമത്തെ ഒരു സർട്ടിഫിക്കറ്റാണ് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TC. പിന്നെ സെക്കൻഡ് വരുന്ന സർട്ടിഫിക്കറ്റാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. EWS കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്കാണ് ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക. പിന്നെ OBC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്. അത് നാഷണൽ പർപ്പസിൻ്റെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് വേണ്ടി വരിക. പിന്നെ നെക്സ്റ്റ് SC ST വരുന്നവർക്കും മറ്റൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. PWD കാറ്റഗറിയിൽ പെടുന്നവർക്കാണെങ്കിൽ സ്പെഷ്യൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അല്ലാത്തവർക്ക് നോർമലായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ +2 പാസ്സായി വരുന്നിടത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് വേണ്ടി വരും. വിത്ഡ്രോവൽ ഫോം ഓഫ് അലോട്ടഡ് കോളേജ്, അത് വേറെ ഏതെങ്കിലും കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വിത്ഡ്രോ ചെയ്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നതെങ്കിലാണ് വിത്ഡ്രോവൽ ഫോം ഓഫ് അലോട്ടഡ് കോളേജ് സീറ്റ്സ് വേണ്ടി വരിക. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ.